ഓം നമഃ ശിവായ. എല്ലാവർക്കും നമസ്കാരം. കൊട്ടിയൂരിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല അല്ലേ? ഒരിക്കലെങ്കിലും അവിടെ പോയി ദർശനം നടത്താൻ സാധിച്ചിട്ടുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് തന്നെ പറയാം. അത്രയ്ക്കും വിശേഷപ്പെട്ടതാണ് ശ്രീ മഹാദേവൻ്റെ സാന്നിധ്യമുള്ള ഈ സ്ഥലം. ഇക്കരെ കൊട്ടിയൂരിനോടൊപ്പം അക്കരെ കൊട്ടിയൂരും ദർശനം നടത്തുവാൻ സാഹചര്യമുള്ള വൈശാഖ മഹോത്സവം ആരംഭിക്കുകയായി. അതിവിശിഷ്ടമായ കൊട്ടിയൂർ ക്ഷേത്രവിശേഷങ്ങളും വൈശാഖ മഹോത്സവം വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് വൈശാഖ മഹോത്സവം. മലയാള മാസം ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുന മാസത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 27 ദിവസമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത്. പുഴയുടെ മറുഭാഗത്തുള്ള അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഈ ഉത്സവം. സഹ്യപർവ്വത നിരകളുടെ താഴ്വരയിൽ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധവും അതിപുരാതനവുമായ ക്ഷേത്രസങ്കേതമാണ് കൊട്ടിയൂർ. പ്രധാനമായും 2 ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂരിലുള്ളത്. ബാവലിപ്പുഴ അഥവാ വാവലിപ്പുഴ എന്ന നദിയുടെ തീരത്ത് സ്ഥിരമായുള്ള ക്ഷേത്രമാണ് ഇക്കരെ കൊട്ടിയൂർ. ഇവിടെ വർഷം മുഴുവനും ആരാധന നടക്കാറുണ്ട്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത് എന്ന് പറഞ്ഞുവല്ലോ. ഈ ക്ഷേത്രം പുഴയുടെ മറുഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വൈശാഖ മഹോത്സവം നടക്കുന്ന 27 ദിവസം മാത്രമേ പ്രവേശനമുണ്ടാവൂ. ക്ഷേത്രത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന ബാവലിപ്പുഴയിലെ സ്നാനം ഏറെ പുണ്യമായി കരുതുന്നു. ഈ പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും വടക്ക് ഭാഗത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂവാണെന്ന് കരുതപ്പെടുന്നു. വലിയ കെട്ടിടങ്ങളോ മതിൽക്കെട്ടുകളോ ഇല്ലാത്ത പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന ഒരു ആരാധനാ രീതിയാണ് ഇവിടെയുള്ളത്. കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായുള്ളത് ദക്ഷയാഗവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ആണ്. ദക്ഷയാഗം നടന്ന ഭൂമിയാണ് ഇവിടമെന്ന് വിശ്വാസം. സതീദേവി ആത്മത്യാഗം ചെയ്തതിൽ കോപാകുലനായ പരമശിവൻ വീരഭദ്രനെ അയച്ച് യാഗം മുടക്കുകയും പിന്നീട് ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം ശാന്തനായ പരമശിവൻ ഇവിടെ സ്വയംഭൂവായി കുടികൊണ്ടു എന്നുമാണ് വിശ്വാസം. മെയ് 23-നുള്ള നീരെഴുന്നള്ളത്താണ് വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങ്. മെയ് 29-ന് നെയ്യാട്ടോടുകൂടി ഈ വർഷത്തെ വൈശാഖ മഹോത്സവം ആരംഭിക്കുകയായി. അന്നേ ദിവസം അർദ്ധരാത്രി അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഭണ്ഡാരം പ്രവേശിക്കുന്നതിന് മുൻപും ജൂൺ 20-ന് മകം നാൾ ഉച്ചശീവേലിക്ക് ശേഷവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല. ജൂൺ 24-ന് തൃക്കലശാട്ടോടുകൂടി ഈ വർഷത്തെ വൈശാഖ മഹോത്സവം സമാപിക്കും. തടാകത്തിൻ്റെ നടുവിലുള്ള മണിത്തറയിലാണ് സ്വയംഭൂ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ശ്രീ പാർവതിയെ ആരാധിക്കുന്നത്. പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും ഈ തടാകത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷൻ യാഗം നടത്തിയത് ഒരു വൈശാഖം നാളിൽ കൊട്ടിയൂരിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മകളായ സതീദേവി പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ പരമശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായി യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തു. ഇതിൽ കോപം കൊണ്ട് ശിവൻ ജടപറിച്ച് നിലത്തടിച്ച് സൃഷ്ടിച്ച വീരഭദ്രൻ യാഗശാലയിൽ വച്ച് ദക്ഷൻ്റെ തലയറുത്തു. ത്രിലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു. അങ്ങനെ യാഗം പൂർത്തിയാക്കി തപസ്സനുഷ്ഠിക്കാനായി ശിവൻ കൈലാസത്തിലേക്ക് പോവുകയും ചെയ്തു. കൊടും വനമായി തീർന്ന ഈ സ്ഥലത്ത് വസിച്ചിരുന്ന കുറിച്യരിൽ ഒരാൾ ഒരു കല്ലിൽ അമ്പിന് മൂർച്ച കൂട്ടാൻ ഉരയ്ക്കുകയും ആ സമയത്ത് കല്ലിൽ നിന്ന് രക്തം പൊടിയുന്നത് കാണുകയും ചെയ്തു. ഈ വിധം ദേവസാന്നിധ്യം കണ്ടെത്തിയ ഇവിടെ ആദ്യമായി കലശമാടിയത് കൂവയിലയിലാണെന്നാണ് വിശ്വാസം. പിന്നീട് ശങ്കരാചാര്യർ ആണ് വൈശാഖ ഉത്സവം ആരംഭിച്ച് ഇന്നു കാണുന്ന ചിട്ടകൾ ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയത്. ആ പ്രദേശത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം അവകാശങ്ങളും അധികാരങ്ങളും ഉത്സവ ചടങ്ങുകളിൽ മാറ്റിവെച്ചിട്ടുണ്ട്. അതുപ്രകാരം
കുറിച്യ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനികൻ ആദ്യത്തെ അഭിഷേകം നടത്തും. ആശാരി വിഭാഗമാണ് താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ച് നൽകുന്നത്. ദേവസ്ഥാനങ്ങളിലേക്കുള്ള ഓലക്കുടകൾ കണിയാന്മാർ നിർമ്മിച്ചു നൽകും. അഭിഷേകത്തിനുള്ള നെയ്യ് കൊണ്ടുവരാനുള്ള അവകാശം നായന്മാർക്കാണ്. വിളക്ക് തിരി വണ്ണത്താൻ സമുദായക്കാരും ഇളനീരാട്ടത്തിനുള്ള ഇളനീർ എഴുന്നള്ളിക്കേണ്ടത് തീയ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. ബാവലിപ്പുഴക്കരയിൽ വിഗ്രഹം കണ്ടെത്തിയതിൻ്റെ സ്മരണ ചടങ്ങായിട്ടാണ് ഉത്സവത്തിന് മുന്നോടിയായി നീരെഴുന്നള്ളത്ത് ചടങ്ങ് നടത്തുന്നത്. കൂവയിലയിൽ ബാവലിപ്പുഴയിലെ തീർത്ഥം ശേഖരിച്ച് അവകാശികളും സ്ഥാനികരും ഉൾപ്പെട്ട സംഘം മണിത്തറയിലുള്ള ദേവസ്ഥാനത്ത് അർപ്പിക്കുന്ന ചടങ്ങാണ് നീരെഴുന്നള്ളത്ത്. മണത്തണയിലെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂർ ദേവസ്ഥാനത്ത് എത്തിയ ശേഷം മാത്രമാണ് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം. അതുപോലെ ശിവൻ ദക്ഷനെ വധിച്ചു എന്ന് വിശ്വസിക്കുന്ന വാൾ നിത്യവും പൂജിക്കുന്ന മുതിരേരിക്കാവിൽ നിന്നും ഇക്കരെ കൊട്ടിയൂരിലേക്ക് ഉത്സവം തുടങ്ങുവാനായി കൊണ്ടുവരുന്നു. കലശാട്ട് നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നതിനുള്ള കലങ്ങൾ നല്ലൂരിലുള്ള ബാലാങ്കര എന്ന സ്ഥലത്ത് നിന്ന് നല്ലൂരാന്മാർ തലച്ചുമടായി കൊണ്ടുവരുന്ന ചടങ്ങാണ് മറ്റൊന്ന്. പാൽ, നെയ്യ്, കരിക്ക് എന്നിവ കൊണ്ടാണ് വിഗ്രഹത്തിങ്കൽ അഭിഷേകം നടത്തുക. ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമായി ലഭിക്കുന്ന ഈറ്റ കൊണ്ടുണ്ടാക്കുന്ന ഓടപ്പൂവിനെക്കുറിച്ചും ഐതിഹ്യങ്ങളുണ്ട്. ശിവൻ പറിച്ചെറിഞ്ഞ ജടയെന്ന് കരുതുന്ന ഈ ഓടപ്പൂവ് ഗൃഹത്തിൽ വയ്ക്കുന്നത് ദുഷ്ടശക്തികളിൽ നിന്നുമുള്ള കവചമൊരുക്കുമെന്നും ഗൃഹത്തിൽ ഐശ്വര്യം കൊണ്ടുവരും എന്നും വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു പ്രത്യേകത രോഹിണി ആരാധനയാണ്. മഹാവിഷ്ണു പരമശിവനെ ആശ്വസിപ്പിച്ചതിൻ്റെ സ്മരണയായാണ് ഇത് നടത്തുന്നത്. ദക്ഷയാഗം മുടക്കാൻ വന്ന വീരഭദ്രനും സംഘവും യാഗശാലയിലെ പ്രധാന പുരോഹിതനായ ഭൃഗുമുനിയുടെ താടിരോമങ്ങൾ പിഴുതെറിഞ്ഞതിനെ അനുസ്മരിച്ചാണ് ഓടപ്പൂവ് തയ്യാറാക്കുന്നത് എന്ന് മറ്റൊരു വിശ്വാസം. ബാവലിക്കരയുടെ അരികിൽ വർഷത്തിൽ 28 ദിവസം മാത്രം ജീവൻ പ്രാപിക്കുന്ന കല്ലുകൊണ്ടുള്ള ക്ഷേത്രമോ സ്വർണഗോപുരമോ ഇല്ലാതെ ആകാശത്തിനടിയിൽ സ്വയംഭൂ ശിവലിംഗത്തെ ആരാധിക്കുന്ന അപൂർവമായ ഒരു ആചാരം നിലനിൽക്കുന്ന ഏറ്റവും വിശിഷ്ടവും അതുല്യവുമായ ഈ ശൈവ സങ്കേതത്തിൽ ഒരിക്കലെങ്കിലും എത്തി ദർശനം നടത്തുക എന്ന അപൂർവ ഭാഗ്യം ആഗ്രഹിക്കാത്ത ആരുമുണ്ടാകില്ല. വൈശാഖ മഹോത്സവം കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ വനമായി മാറി പ്രകൃതിയോട് ചേരുന്ന ഈ മണ്ണിൽ എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മഹാദേവൻ്റെ സവിശേഷ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ.